ഹായ് അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈവനിങ് സ്നാക്കായി കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡ് പോട്ട് സാലഡാണ്. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സാലഡ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം. സാലഡിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം. ചിക്കനും വെജിറ്റബിൾസും വെച്ചാണ് സാലഡ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് വളരെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുക്കുംബർ 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്, അതും ചെറുതായി അരിഞ്ഞത്. ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്. ലെറ്റ്യൂസ് ആണ് എടുത്തിട്ടുള്ളത്, അതും ഇതുപോലെ ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്. ലെറ്റ്യൂസിന് പകരം ക്യാബേജ് ആണെങ്കിൽ അതും എടുക്കാം. ഒലീവ് എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് ഒലീവ്. ചിക്കന് ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് വേവിച്ചതാണ്, 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഉപ്പും കുരുമുളകും. ഇനി എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് നല്ലൊരു സാലഡാക്കി എടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഈ സാലഡ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് പോട്ട് റെഡിയാക്കി എടുക്കാം. ബ്രെഡ് പോട്ട് റെഡിയാക്കാൻ വേണ്ടി ഏതെങ്കിലും ബ്രെഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഇതുപോലെ റൗണ്ടായി കട്ട് എടുത്തിട്ടുണ്ട്. ഒരു പോട്ട് റെഡിയാക്കാൻ 2 ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ഒരു ബ്രെഡ് റൗണ്ടായും ഒരു ബ്രെഡ് ഇതാ ഒരു റിങ്ങായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പം നമുക്കിത് ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ഒട്ടിച്ച് വെക്കാനായി ഞാൻ മൈദ കൊണ്ട് ചെറുതായൊരു പശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തിക്കായിട്ടുള്ള ഒരു പശ. ഇനി നമുക്ക് ഇതിനെ എല്ലാത്തിനെയും ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒരു റിങ് എടുത്ത് അതിൻ്റെ ഇതുപോലെ എല്ലാ വശത്തും മൈദ തേച്ച് പിടിപ്പിക്കാം. കുറേ എടുത്ത് തേക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടി നിൽക്കാനുള്ള മൈദ മാത്രം തേച്ച് പിടിപ്പിച്ചാൽ മതി. ബാക്കി ബ്രെഡ് കൂടി ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ബ്രെഡൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ബ്രെഡിൻ്റെ ബാക്കി വന്ന ഭാഗം കൊണ്ട് ഞാൻ ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് ഫോർക്ക് വെച്ച് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മുട്ടയാണ് എടുത്തത്. ആവശ്യത്തിനനുസരിച്ച് മുട്ട എടുക്കാം. നമുക്കിതിനെ ഒന്ന് മുട്ടയിലേക്ക് മുക്കി ബ്രെഡ് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ മുട്ടയിൽ മുക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും മുട്ടാകുന്ന രീതിയിൽ മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യും. ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ എഗ്ഗിൽ ഡിപ്പ് ചെയ്യാം. ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. നന്നായി എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ആവുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുക്കാം. ബാക്കി ബ്രെഡും കൂടി ഇതുപോലെ ചെയ്തെടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായ സമയത്ത് ഓരോ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ സൈഡ് ആവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി ബ്രെഡ് പോട്ടിലേക്ക് സാലഡ് ഫില്ല് ചെയ്തെടുക്കാം. അതിനായി മയോണൈസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് മയോണൈസ് എടുത്ത് പോട്ടിൻ്റെ ഉൾഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായി ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാലഡ് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ ഫില്ലിങ്സും ഗാർണിഷിങ്ങും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം. ബ്രെഡ് പോട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കഴിച്ച് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.